ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്ന് കിട്ടിയതല്ല, ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് കണ്ടിച്ച് വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കിളിമീൻ എൻ്റെ ഫേവറേറ്റ് മീനാണ് കേട്ടോ. എപ്പോൾ കിട്ടിയാലും ഒരെണ്ണമെങ്കിലും ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ. ഇന്ന് അച്ചാച്ചന് ലീവാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു കറി വെക്കേണ്ട, ഇതിന് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന്. കിളിമീൻ ഫ്രൈ ചെയ്തിട്ട് കൂടെ കഴിക്കാനായിട്ട് നമുക്ക് മുരിങ്ങയ്ക്ക് ഉരുളക്കിഴങ്ങിട്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മീനെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. കൈയോടെ തന്നെ അതിനെല്ലാം അങ്ങ് വറുക്കാനായിട്ട് അരപ്പ് പുരട്ടിയും വെച്ചു. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത കറിക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ആ കറിക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയ്ക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കറി നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇടാതെ വെക്കാം കേട്ടോ. മുരിങ്ങയ്ക്കും തക്കാളി മാത്രമായിട്ടും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഉരുളക്കിഴങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മി നാട്ടിൽ ഈ കറി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട്. അപ്പോൾ ഞാനും കരുതി എന്നാൽ പിന്നെ അങ്ങനെ വെക്കാമെന്ന്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാം കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പൊടികളും ചേർത്ത് ഉപ്പും ചേർത്ത് ഇതിനെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ഇതിനെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 2-3 തണ്ട് കറിവേപ്പിലൊക്കെ വെച്ച് കൊടുത്ത് നമ്മുടെ മീനൊക്കെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ചതച്ച് ആ മസാലയൊക്കെ പുരട്ടി ആ മീനൊക്കെ അങ്ങോട്ട് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ തിളച്ച് എണ്ണയെ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങയ്ക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം അതിനധികം തിളപ്പിക്കാൻ നിൽക്കില്ല കേട്ടോ. പിന്നീട് അതിലേക്ക് നമുക്ക് കടുകും ഉള്ളിയും കറിവേപ്പിലയൊക്കെ മൂപ്പിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക് ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനും ഇവിടെ മുരിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് മീൻ അധികം മുരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരു പകുതി പരുവാകുമ്പോൾ അതിനെ എടുക്കണം, അതാണ് എനിക്കിഷ്ടം. കൂടെ തന്നെ ഞാൻ കുറച്ച് ചീരയും കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ തോരൻ വെക്കാനായിട്ട്. പിന്നെ കുറച്ച് പയറും ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് മെഴുക്കുവരട്ടി ആക്കിയിട്ടുണ്ട്. പിന്നെ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ചീരത്തോരനും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ. അങ്ങനെ പതിപോലെ നമ്മുടെ മട്ടേരിയുടെ ചോറും പയർ മെഴുക്കുവരട്ടിയും ചീരത്തോരനും നമ്മുടെ മീൻ വറുത്തതും കൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള മുരിങ്ങയ്ക്ക് ഉരുളക്കിഴങ്ങ് ഒഴിച്ചേറി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഊണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ കറി വെക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു, അച്ചാച്ചനും യൂസിനും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ നന്നായിട്ട് ആസ്വദിച്ച് ഊണ് കഴിച്ചു കേട്ടോ. ആ മീനും കറികളൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.